ഹലോ ഫ്രണ്ട്സ്, ദ ഗാർഡനിങ് ഷെഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നല്ലൊരു ലഞ്ച് മെനു ഷെയർ ചെയ്യുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ കുക്കറിലേക്ക് നമ്മൾ ആദ്യം തന്നെ ചോറ് വയ്ക്കാനുള്ള അരിയൊക്കെ റെഡിയാക്കി കഴുകി വാഷ് ചെയ്തിട്ടിട്ടുണ്ട്. അതപ്പോൾ അത് റെഡിയായി വരുന്ന സമയം കൊണ്ട് ചക്കക്കുരു വെച്ച് നല്ലൊരു കറി ഉണ്ടാക്കാം. അപ്പോൾ മാങ്ങ പഴുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു സ്വീറ്റ് കറിയാക്കാമെന്ന് കരുതി കൊണ്ടുവന്ന് വെച്ചതാണ്. പക്ഷേ ചെറിയൊരു മധുരം ഇത്തിരി കൂടുതലുണ്ട്. അപ്പം ഉപ്പും മുളക് പൊടിയൊക്കെ ഇട്ട് കഴിക്കാനായിട്ട് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ കൊടുക്കാമെന്ന് കരുതി ഞാനതവിടെ മാറ്റി വെച്ചതാണ്. ചക്കക്കുരു ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം. ആദ്യം തന്നെ രണ്ടായിട്ടൊന്ന് ഇങ്ങനെ ഒന്നങ്ങോട്ട് സ്ലിറ്റ് ആക്കിയതിന് ശേഷം പെട്ടെന്ന് സ്കിന്ന് മാറ്റുകയാണെങ്കിൽ ചക്കക്കുരു പെട്ടെന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ ഈ സാധാരണ ചക്കക്കുരുവൊക്കെ റെഡിയാക്കുന്ന സമയത്ത് കത്തി വെച്ചൊക്കെ ക്ലീൻ ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ തെന്നി കൈയൊക്കെ മുറിയാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആദ്യം 2 പീസാക്കാം. എന്നിട്ട് അതിൻ്റെ ആ സ്കിന്ന് അങ്ങോട്ട് പെട്ടെന്ന് റെഡിയാക്കി മാറ്റാൻ പറ്റും. അതുപോലെ ഇത് നല്ല പെട്ടെന്ന് വേവുന്ന ചക്കക്കുരുവാണ് കേട്ടോ. അപ്പോൾ അധികം ഇങ്ങനെ ഹാർഡായിട്ടുള്ള കുരുവല്ല. അപ്പോൾ കറി വയ്ക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ചക്കക്കുരു നന്നാക്കുമ്പോൾ അതിൻ്റെ ബ്രൗൺ പോർഷനൊന്നും കളയേണ്ട ആവശ്യമില്ല. മുകൾ ഭാഗത്തുള്ള ആ ഒരു വൈറ്റ് കളറിലെ സ്കിന്ന് മാത്രം റിമൂവ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരു വേണമെങ്കിൽ ചെറുതാക്കി ഒന്നും കൂടി ഒന്ന് കട്ട് ചെയ്തിടാം. ഇത് നന്നായിട്ട് വേവുന്ന കുരു ആയതുകൊണ്ട് പെട്ടെന്ന് റെഡിയായി കിട്ടും. ഇനി കുക്കറിലേക്ക് ഇത്തിരി കല്ലുപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടുള്ള ചക്കക്കുരു ചേർത്ത് കൊടുക്കുക. ചക്കക്കുരു വേവിക്കാൻ വയ്ക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല വെള്ളം വെച്ചാൽ മാത്രമേ, അതായത് അത് മുങ്ങിക്കിടക്കുന്ന രീതിയിൽ വെള്ളം വെച്ചാലാണ് കുരു പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. അതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാണ് പരിപ്പാണ്, മസൂർ ദാലാണ്. പെട്ടെന്ന് റെഡിയായി കിട്ടും. പരിപ്പ് ആദ്യമേ തന്നെ വേവിക്കേണ്ട ആവശ്യമില്ല. ചക്കക്കുരുവിൻ്റെ കൂടെ കിടന്നിട്ട് തന്നെ അത് വെന്ത് കിട്ടിക്കോളും. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇത് ഇത്രയും വെള്ളം വെക്കണം കേട്ടോ കുരുവിൽ. ഇനി ഇത് ഒരു 2 വിസിലിൽ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ അത് അവിടെ ഇരുന്ന് റെഡിയാവുന്ന സമയത്ത് തേങ്ങയുടെ കൊത്ത് ചെറുതായിട്ടൊന്ന് മിക്സിയുടെ ജാറിലിട്ടിട്ട് ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്തെടുത്താണ്. അപ്പോൾ ഇത്രയും തേങ്ങ നമുക്ക് ആവശ്യമില്ല. ഇതുപോലെ പച്ചക്കറിയൊക്കെ കറി വെക്കുന്ന സമയത്തെ ഒരുപാട് തേങ്ങ വെച്ച് അരപ്പാക്കി ചേർത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചേർക്കുന്ന ആ പച്ചക്കറിക്കൊന്നും അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഒരു തേങ്ങയുടെ അരപ്പിൻ്റെ ടേസ്റ്റ് വരും. അപ്പോൾ ആവശ്യത്തിനുള്ള തേങ്ങ മാത്രം മതി. ചെറിയ ഉള്ളി, കറിവേപ്പില, പച്ചമുളക്, അതുപോലെ ഒരു പീസ് വെളുത്തുള്ളി കൂടി ചേർത്ത് അരച്ച് പേസ്റ്റാക്കി വെക്കാം. അപ്പോൾ അത് പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ടൈമിൽ ഇതുപോലെ കുറച്ച് മുതിര ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇത് പാനിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് ഇതുപോലെ നിരത്തിയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. ഇതിങ്ങനെ കളറൊക്കെ ചേഞ്ചായിട്ട് പൊട്ടി വരും. നല്ല സ്മെല്ലാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ആകെ മുതിര വറുക്കണ സമയത്തെ നല്ലൊരു ടെംപ്റ്റിങ് സ്മെല്ലാണ് കിച്ചണിലൊക്കെ. ഇത്രയും മതി. ഇനി ഗ്യാസ് ഓഫാക്കി ഇതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇതിങ്ങനെ വറുത്ത് കഴിയുമ്പോൾ ഇതിങ്ങനെ വെറുതെ എടുത്ത് കുറിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്ക് നിർത്താൻ പറ്റില്ല അങ്ങനെ കുറച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഞാൻ അതിൽ നിന്ന് ഇങ്ങനെ കുറച്ച് അങ്ങനെ വായിലിട്ട് ഇങ്ങനെ കുറച്ചുകൊണ്ട് കുറച്ച് നേരം ഇരുന്നു. അപ്പോഴേക്കും ഈ പരിപ്പൊക്കെ ഇതൊക്കെ വിസിലൊക്കെ പോയി വരണമല്ലോ. അപ്പോൾ ചക്കക്കുരു നന്നായിട്ട് വന്നിട്ടുണ്ട്. നല്ല ചൂടാണ്. അപ്പോൾ വേറൊരു പാനിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കുക. പിന്നെ ഗ്രേവിക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുത്ത് ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് നോക്കുക. പിന്നെ ഇത് ചെറുതായിട്ടൊന്ന് തിളച്ച് വന്നോട്ടെ. നമ്മൾ പരിപ്പൊക്കെ ചേർത്ത് കൊടുത്തതുകൊണ്ട് തന്നെ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ കറി പിരിഞ്ഞ് പോകുകയൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒരിത്തിരി ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. പിന്നെ ഫ്രഷായിട്ടുള്ള കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഒന്ന് അടച്ച് വയ്ക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കറി താളിക്കാൻ വേണ്ടി ചെറിയ ചട്ടിയാണ് വെച്ചത്. അപ്പോഴാണ് ഞാൻ ഓർത്തത് എന്നാൽ പിന്നെ പപ്പടം കൂടി വറുത്തിട്ട് താളിച്ചൊഴിക്കാമെന്ന്. അപ്പോൾ പപ്പടം വറുക്കണ എണ്ണയിലേക്ക് ഒരിത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പപ്പടത്തിന് നല്ലൊരു കളർ കിട്ടും. അപ്പോൾ ഈ ചട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പപ്പടം വറുക്കാൻ ഉദ്ദേശിച്ച് വെച്ചതല്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചട്ടി വെച്ചത്. ഇനിയിപ്പോൾ രണ്ടാമത് ഓയിലൊക്കെ ചൂടാക്കി പപ്പടം വറുക്കാനുള്ള ഒരു മടി കൊണ്ട് അതിൽ തന്നെ അങ്ങോട്ട് വറുത്തെടുക്കാമെന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇതിങ്ങനെ റെഡിയായി, പപ്പടമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. പപ്പടത്തിന് നല്ലൊരു കളറും നല്ലൊരു സ്മെല്ലും വരും ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ലാസ്റ്റ് ആയപ്പോഴേക്കും
എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായി. പപ്പടത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. ഇതിനിടയ്ക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ പപ്പടം ഇട്ട കൈ നിങ്ങൾ ശ്രദ്ധിച്ചിരുന്നോ? അതെൻ്റെ കൈയല്ലായിരുന്നു കേട്ടോ. മോൻ ബാക്കിൽ വന്ന് നിന്നിട്ട് ഒരു പപ്പടം ഞാനിടട്ടെ എന്നും പറഞ്ഞിട്ടതാണ്. അപ്പോൾ അത് പൊരിച്ച് മാറ്റിയതിന് ശേഷം അതിലേക്ക് നമ്മൾ കടുകും കറിവേപ്പിലയും വറ്റൽമുളകൊക്കെ താളിച്ച് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വേണമെങ്കിൽ ഇത്തിരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. നല്ല കാണാനും ഭംഗിയുണ്ടാവും, ഒരു പ്രത്യേക ഒരു ഫ്ലേവറും കിട്ടും. അപ്പോൾ കറിക്ക് അത്യാവശ്യം എരിവുള്ളതുകൊണ്ട് പിന്നെ ഞാൻ മുളക് പൊടി ഒന്നും ചേർത്തില്ല. അപ്പോൾ നമ്മുടെ കറി ഇതാ സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. ചക്കക്കുരു ഒന്നും അധികം ആർക്കും ഇഷ്ടമല്ലല്ലോ, പക്ഷേ ഇത് നല്ല ഒരുപാട് ഗുണങ്ങളുള്ള ചക്കക്കുരു ഇതുപോലെയൊക്കെ മാറ്റി മറിച്ചും വെറൈറ്റി ആയിട്ടൊക്കെ ചെയ്ത് കൊടുക്കുക. പലരും വയ്ക്കുന്നുണ്ടാവും ഇതുപോലെയൊക്കെ. ഇനി അടുത്ത റെസിപ്പിക്ക് വേണ്ടിയിട്ട് മത്തങ്ങ സ്കിന്നൊന്നും കളയണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. മത്തങ്ങ നന്നായിട്ട് വെന്ത് വരുമ്പോൾ അതിൻ്റെ സ്കിന്നൊക്കെ അതിൽ അലിഞ്ഞ് ചേർന്നോളും. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിനിടയ്ക്ക് പല ഡിസ്റ്റർബും വരും കേട്ടോ. അപ്പോൾ കോളിംഗ് ബെല്ല് ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം മാറ്റി വെച്ചിട്ട് അതെല്ലാം പോയി നോക്കിയിട്ടാണ് വീണ്ടും വരുന്നത്. അപ്പോൾ ഇതിലേക്ക് മുതിരയും ചേർത്തിട്ടുണ്ട്, ഉപ്പ് ചേർത്തിട്ടുണ്ട്, വെള്ളം ചേർത്തിട്ടുണ്ട്, കറിവേപ്പില ചേർത്തിട്ടുണ്ട്. പെട്ടെന്ന് റെഡിയായി കിട്ടും. മുതിര നമ്മൾ വറുത്തിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇനി ഒരു വിസിലൊന്ന് വെന്ത് കിട്ടും. ആ ഒരു ടൈമിൽ നമുക്ക് താളിച്ച് വയ്ക്കാം. വെളിച്ചെണ്ണയിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ കടുകൊന്ന് പൊട്ടി വരട്ടെ കേട്ടോ. ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഈ കടുകും ഉഴുന്ന് പരിപ്പും കൂടി ഒന്ന് പൊട്ടി വരട്ടെ. ഇനി ഇതിലേക്ക് കറിവേപ്പില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അതുപോലെ വറ്റൽമുളക്, സവാള ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എണ്ണയിൽ കിടന്ന് എല്ലാം നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരട്ടെ. ഇനി ഇതിലേക്ക് 2 പിടി തേങ്ങ കൂടി ചേർത്ത് കൊടുക്കുക. തേങ്ങയും കൂടി ചേർത്തിട്ട് ഒരല്പം മുളക് പൊടിയും മല്ലിപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. മസാലയൊക്കെ ഒന്ന് റോസ്റ്റായിട്ട് വരട്ടെ. നല്ലൊരു സ്മെല്ല് വരും. ഉഴുന്ന് ഇങ്ങനെ എണ്ണയിൽ കിടന്ന് മൊരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ. കിച്ചണിലാകെ നല്ല സ്മെല്ലായിപ്പോൾ. അത് അത്യാവശ്യം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇത്ര മതി. അപ്പോൾ ഈ ഒരു ടൈമിൽ നോക്കുമ്പോൾ മത്തങ്ങയുടെ ആ എയർ പോയിട്ടില്ല, കുക്കറിലെ എയർ പോയിട്ടില്ല. അങ്ങനെ പോകാതെ തുറന്നിട്ടുണ്ടെങ്കിൽ അത് അത്ര ഒരു പെർഫെക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവില്ല. മുതിരയും കൂടി ചേർത്തേക്കണതല്ലേ. അപ്പോൾ നോക്കുമ്പോൾ ഒരു ചെറിയ പീസ് ചക്ക കിട്ടിയിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് വെക്കാമെന്ന് കരുതി. അപ്പോൾ ആ ഒരു ടൈം നമുക്ക് സേവ് ചെയ്യാമല്ലോ. എന്തായാലും ജോലികളൊക്കെ കഴിഞ്ഞിട്ട് ചെയ്യാൻ വച്ചിരുന്നതാണ്. അപ്പോൾ ഇനി ആ കറിയുടെ വിസിലൊക്കെ ഒന്ന് എയറൊക്കെ ഒന്ന് പോയി വരുന്ന സമയത്ത് ചക്ക റെഡിയാക്കി വെക്കാം. ഇത് ആയൂർ ചക്കയില്ലേ, അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക ഫ്രൂട്ട് കഴിക്കുന്ന ഫ്ലേവറാണ് ഈ ചക്കക്ക്. നല്ല ജ്യൂസിയാണ്. പിന്നെ അതിൻ്റെ ഒരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗം ഫ്രീ അല്ല, ഗംലെസ് അല്ല. വെളിഞ്ഞീനുണ്ട്, പക്ഷെ അത്ര സാധാരണ ചക്കയുടെ പോലെ അത്ര ഒരു വെളിഞ്ഞീനൊന്നുമില്ല. ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഭയങ്കര എളുപ്പമാണ് കേട്ടോ. അപ്പോൾ നമ്മൾക്ക് ചക്ക കാണുന്ന പോലെ അതിനകത്ത് അത്ര ചുളയൊന്നും ഉണ്ടാവില്ല കേട്ടോ. ചുള അത്യാവശ്യം കുറച്ച് മറ്റേ ചക്കേനെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചുള കുറവായിരിക്കും, പക്ഷേ ഉള്ള ചുള നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് ഞാനിടയ്ക്ക് 1-2 പീസൊക്കെ കഴിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മുടെ മത്തങ്ങയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓണാക്കിയിട്ട് ഈ ചാറോട് കൂടി തന്നെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിലധികം വെള്ളമില്ല, അപ്പോൾ കുറച്ചും കൂടി വെള്ളം വേണം. എന്നാലാണ് ആ മസാലയായിട്ട് ഒന്ന് യോജിച്ച് തിളച്ച് കുറുകിയൊക്കെ വരുമ്പോൾ കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഏത് മസാലയാണെങ്കിലും കറിയിൽ ചേർത്ത് കഴിഞ്ഞാൽ ഇത്തിരി ഇങ്ങനെ തിളച്ച് കുറുകി ഒന്ന് വറ്റി വരണമല്ലോ. ഉപ്പ് കറക്റ്റാണോ നോക്കുക. ഉപ്പ് വേണമെങ്കിൽ ഇത്തിരി ചേർത്ത് കൊടുക്കുക. മത്തങ്ങയ്ക്കൊക്കെ മധുരം ഉള്ളതുകൊണ്ട് ഒരിത്തിരി ഉപ്പ് കൂടി നിൽക്കണമ്പോഴായിരിക്കും ടേസ്റ്റ് ഉണ്ടാവുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് ഒന്നുകൂടി ഒന്ന് ചാറ് വറ്റി വരട്ടെ. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ ചൂടിലിരുന്ന് ഇങ്ങനെ തിളയ്ക്കുന്നതാണ്. അങ്ങനെ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മത്തങ്ങ കറിയും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചോറ് വിളമ്പി, നമ്മുടെ ചക്കക്കുരു പരിപ്പ് ഒഴിച്ച് കറി, അതുപോലെ മുതിര മത്തങ്ങ തോരൻ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇതിനിടയ്ക്ക് ഞാൻ കുറച്ച് ക്യാബേജ് കൂടി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ക്യാബേജൊക്കെ റെഡിയാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ പപ്പടം, കടുമാങ്ങ കറി, കടുമാങ്ങ അച്ചാർ. അപ്പോൾ എളുപ്പമല്ലേ ചെയ്തെടുക്കാനായിട്ട്. നല്ല കോമ്പിനേഷനാണ്. ഇതിൽ ഏതെങ്കിലും ഒരു കറി മതി കേട്ടോ ചോറ് കഴിക്കാൻ. ഒരു കറിയും
കണ്ണിമാങ്ങ അച്ചാറും മാത്രം മതി. പിന്നെ ഒരു കോംബോ ആയിട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സൈഡിലൊക്കെ ഒരുപാട് കറികളൊക്കെ വെച്ചിട്ട് മീൽസ് കഴിക്കാനായിട്ട്. പുറത്തൊക്കെ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ട്രിപ്പൊക്കെ പോകുന്ന സമയത്ത് മീൽസാണ് ഞാൻ കൂടുതലായിട്ട് പ്രിഫർ ചെയ്യാറ്. ഒരുപാട് സൈഡൊക്കെ കൂട്ടി കഴിക്കാനായിട്ട് നല്ല ഇഷ്ടമാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലുള്ള കോമ്പിനേഷൻസ് നിങ്ങൾക്കും ഇഷ്ടപ്പെടും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറക്കാതെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ്സ് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.